ഇത് നമ്മുടെ വീഡിയോ നടക്കുന്നതിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്കുള്ള സമയത്താണ് കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഉറങ്ങിപ്പോയി. അശ്വൻ വന്നിട്ട് മൊബൈലിൽ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഞാനതിൻ്റെ സൗണ്ട് കേട്ടിട്ടും പൂച്ച ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴും മറിഞ്ഞപ്പോഴും ഒക്കെയാണ് ഞാൻ അറിയുന്നത് തന്നെ കേട്ടോ. ക്യാറ്റ്സ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുറുകും. ഇത്തിരി കുറുകൽ കേട്ടോ നമ്മൾ ഉറങ്ങിപ്പോയി. ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഉറക്കം വരിക ഉണ്ടായിരിക്കും. സൈലൻസർ ഒന്ന് ഘടിപ്പിക്കാൻ പറ്റും. ഞാൻ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പകൽ കുറച്ച് നേരം ഇങ്ങനെ ഉറങ്ങി പോവുകയാണെങ്കിൽ ഡോർ അടയ്ക്കാതെ കിടക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ടർക്കി കൂടി കൊണ്ടിടും. എനിക്കറിയാം കേട്ടോ ക്യാറ്റ്സ് ഇതുപോലെ വന്നിട്ട് നമ്മുടെ മിലോക്കുട്ടൻ ഇതുപോലെ വന്ന് എൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുമെന്ന് എനിക്കറിയാം കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ ടർക്കി കൂടി ഇട്ടേക്കും. വേറെ എങ്ങോട്ടേക്കും ഞാൻ സമ്മതിക്കത്തില്ല. ആ ടർക്കിയെ മാത്രം കിടക്കാനേ സമ്മതിക്കുള്ളൂ കേട്ടോ. എൻ്റെ ചിന്തകളിലും സ്വപ്നങ്ങളിലെയും ഒരു ലക്ഷറി ലൈഫ് എന്തായെന്നറിയണോ? അതിനു മുമ്പ് ഈ സൊസൈറ്റിയുടെ നോട്ടത്തിലെ ഒരു ലക്ഷറി ലൈഫ് എന്നാൽ വലിയ വില കൂടിയ കാറ്, വില കൂടിയ ഡ്രസ്സുകൾ, വലിയ വീട്, 5 സ്റ്റാർ ഹോട്ടലുകളിലെ ഫുഡ് ഒക്കെ അല്ലേ. എന്നാൽ എൻ്റെ ലൈഫിലെ ഒരു ലക്ഷറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ സമാധാനത്തോടെ ഇഷ്ടമുള്ള സമയത്ത് എണീക്കുക, തിരക്ക് വേണ്ട, ഹറിവറി ഒന്നും വേണ്ട, ഫ്രീഡം ടു ചൂസ്. ഇന്ന് എന്ത് കഴിക്കണം, എന്ത് ചെയ്യണം, എവിടെ പോകണം, പോകണ്ടയോ ഇതൊക്കെ തീരുമാനിക്കാനുള്ള ഫ്രീഡവും എനിക്കുണ്ട്. രാത്രി സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നുണ്ട്. മനസ്സിൻ്റെ സമാധാനം ഡേ ബൈ ഡേ കൂടുന്നുണ്ട്. ശാന്തമായ ദിവസങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ആക്റ്റീവായി നിലനിൽക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളെപ്പോലെ പലരെയും സ്നേഹിക്കാനും കെയർ ചെയ്യാനും അതൊരു മെസ്സേജ് ആകാം. ചിലപ്പം ഞാൻ നിങ്ങൾക്ക് വിടുന്ന ഒരു സ്മൈലി ആകാം, നിങ്ങൾ എനിക്ക് വിടുന്ന എന്തെങ്കിലും ഒരു വിശേഷങ്ങൾ, എന്തെങ്കിലും ഒരു പിക്ചറാകാം, അങ്ങനെ ഒരു സ്മൈലി ആകാം. ആ ഏത് രീതി ആയിക്കോട്ടെ, എനിക്കങ്ങനെ കുറേ കെയർ കിട്ടുന്നു. അതുപോലെ ഒരു മെസ്സേജിൽ കൂടി ആയിരിക്കാം, ഒരു വീഡിയോയിൽ കൂടി ആയിരിക്കാം എനിക്ക് നിങ്ങളെ കെയർ ചെയ്യാൻ പറ്റുന്നു. ഒത്തിരി ആളുകൾ നിങ്ങളെപ്പോലെ എന്നെ തിരിച്ചിഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, എന്നെ അറിയാൻ, കാണാൻ, മിണ്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും വലിയ ലക്ഷറി ലൈഫ് എന്നാണ് എൻ്റെ ഒരു നോട്ടത്തിൽ ലക്ഷറി ലൈഫിന് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. എനിക്ക് ആ ഫ്രീഡം കിട്ടുന്നുണ്ട് കേട്ടോ. ഞാനത് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിരുന്നു 2-3 സ്ഥലത്തോടെ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എടുത്ത് വെച്ച ഒരു വീഡിയോ ആണ്. ഇതിൽ ഞാൻ ഈ ഒരു കമേലിയ പ്ലാന്റിനെ ഒന്നുകൂടി പരിചയപ്പെടുത്തി തരാം കേട്ടോ. കമേലിയ പ്ലാന്റ് ഇത് ഞാൻ അധികം ഇല്ലാത്ത 10-20 തൈ കൂടി എൻ്റെ അടുത്തുള്ളൂ. ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് മേടിച്ചോളൂ കേട്ടോ. ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് മേടിച്ചോളൂ കേട്ടോ. ഇതെല്ലാ സീസണിലും ചിലപ്പം ഈ ഒരു മഴക്കാലത്തൊന്നും ഇനി അതിൻ്റെ തൈ ഉണ്ടാവണമെന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് തൈ കിട്ടിയാലും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. 10-20 തൈ കൂടി എൻ്റെ ബാലൻസ് ഉണ്ട്. വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ടോ, എന്തോരം മുട്ടുള്ള വിരിയാൻ നിൽക്കുന്നതുണ്ടോ. അടിപൊളിയായിട്ട് അടിപൊളി പ്ലാന്റാണ്. നല്ല ശരിക്കും പ്ലാസ്റ്റിക് പൂവാണെന്ന് തോന്നും, പക്ഷേ ഒരു ആഴ്ച 2 ആഴ്ചയോളം അതിൻ്റെ പൂക്കൾ നിൽക്കും. നല്ല ചെടിയാണ്. അത്യാവശ്യം വെയിൽ, ഒരു ഇള വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നട്ടാൽ മതി, അതാണ് നല്ലത്. ഓവർ വെയിൽ വേണ്ട, ഓവർ തണലും വേണ്ട, അങ്ങനെ ഒരു രീതിയിലേക്ക് നടുക. അടിപൊളിയായിട്ട് നിറച്ച് പൂക്കൾ വിരിയും. പൂച്ചട്ടിയിലും വലിയ പൂച്ചട്ടിയിലും നടാം, നിലത്ത് നടാം. ആ രീതിയിലാണ്. ഞാനൊരു 10-11 കൊണ്ട് മേടിച്ച് നട്ടിട്ടുണ്ട് കേട്ടോ. 2-3 എണ്ണത്തിൽ ഇപ്പോൾ പൂ വിരിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ട് നിൽക്കുന്നു. എത്രയും പെട്ടെന്ന് ഓർഡർ തന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഷോപ്പിങ്ങിന് പോവാണ്. കുറച്ച് 3-4 സ്ഥലത്തൊക്കെ പോകാനുണ്ട്. പോകുമ്പോൾ ഉള്ള വിശേഷങ്ങളൊക്കെ പറ്റിയാണ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും നല്ല മഴക്കാറ് കയറിയിട്ടുണ്ടായിരുന്നു. പേടിയാകുന്ന വിധത്തിൽ ഒരു കൊടും മഴയ്ക്കുള്ള, നമ്മൾ പറയില്ലേ അന്ത്യടപ്പൻ മഴ എന്ന് പറയില്ലേ, ഈവനിങ് ആയാലും സന്ധ്യ ആയാൽ അതേ ഫീല് തോന്നിക്കുന്ന വിധത്തിൽ ഇരുണ്ടും മൂടി വരുന്നുണ്ടായിരുന്നു. തകർത്ത് പെയ്യുമെന്ന് ഉറപ്പായി. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഡിന്നർ ഒക്കെ റെഡിയാക്കി അതിനുള്ള പരിപാടികൾ, കുളിക്കണം, കറണ്ട് പോകുന്നതിന് മുമ്പ് വെള്ളമൊക്കെ ഇട്ട് കുളിക്കണം, അങ്ങനത്തെ രീതികളൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി. ഇനി ഞാൻ ഇതിൻ്റെ വീഡിയോസ് എല്ലാം നാളെ രാവിലെ മുതലുള്ള വീഡിയോസ് വേറെ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നിച്ച് ചേർത്തിട്ട് നമുക്ക് അന്നേരം കാണാം കേട്ടോ. ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. രാത്രിയിലെ മഴയുടെ ശബ്ദമോ ബഹളമോ ഒന്നും കേട്ടില്ല. തെളിഞ്ഞൊരു പ്രഭാതം തന്നെയാണെന്ന് തോന്നുന്നു ഇന്ന്. അപ്പം കുറേ നാളുകളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പോളിസി ഉണ്ട് കേട്ടോ. അതിൽ പ്രധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പിന്നത്തേക്ക് വയ്ക്കരുത് എന്നുള്ള പോളിസിയാണ്. പിന്നെ ആകട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തണുത്തു പോകും. ഈവൻ ഒരു ചായ ആണെങ്കിൽ പോലും അത് തണുത്തു പോകും. പിന്നെ ആകട്ടെ എന്ന് വെച്ചാൽ നമ്മളുടെ താല്പര്യം എല്ലാം പോകും, എല്ലാം തണുത്ത് കെട്ടുപോകും. പിന്നെ ആകട്ടെ എന്ന് വെച്ചാൽ പകൽ തീർന്ന് രാത്രിയായി പോകും. പിന്നെ ആകട്ടെ എന്ന് വെച്ചിരുന്നാൽ പ്രായം കൂടി പോകും. പിന്നെ ആകട്ടെ എന്ന് വെച്ചിരുന്നാൽ പിന്നീട് ദുഃഖിക്കും നിങ്ങൾ. എനിക്കൊരു ചാൻസ് ഉണ്ടായിരുന്നിട്ട് ഞാനത് ഉപയോഗിച്ചില്ലല്ലോ എന്നോർത്ത്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ടൈമാണ്. പിന്നീട് എന്ന വാക്ക് മറന്നേക്കുക, ഇപ്പോൾ ചെയ്യുക എന്നതിൽ പ്രവർത്തിക്കുക. ഇതാണ് ഞാൻ കുറച്ച് നാളുകളായിട്ട് കൂടെ കൊണ്ടുനടക്കുന്ന ഒരു പോളിസി. രാവിലെ എണീറ്റാൽ ആദ്യം ചെയ്യുന്നത് ഞാൻ ഈ റൂം ഏറ്റവും വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. എന്നിട്ടേ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് ആൻറ്റിബയോട്ടിക് അതുപോലെ അലർജീൻ്റെ ടാബൊക്കെ കഴിക്കുന്നുണ്ടെന്ന്. ചെറിയൊരു സ്ലൈറ്റ് ഫീവർ പോലെ വന്ന പോലെ. അപ്പം മഴയൊക്കെ നനഞ്ഞുണ്ടാകും തോന്നുന്നു. അപ്പോൾ അതിൽ പിന്നെ അലർജീൻ്റെ നമുക്ക് തരുമല്ലോ, കുറച്ച് വീസിങ് ഒക്കെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട്
അന്നേരം അതുകൊണ്ടായിരിക്കും നന്നായിട്ട് കിടന്നുറങ്ങി. കുഴപ്പമില്ല, കുറച്ച് നേരം കിടന്നുറങ്ങുന്നത് നല്ലതാണ്. സിക്ക് പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് കുറച്ചധികം നേരം കിടന്നുറങ്ങുന്നതാണ്. എന്തായാലും വേണ്ടിയിട്ട് നമ്മളെല്ലാത്തിനും കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് രാത്രി തന്നെ, ഡോഗ്സിനൊക്കെ ഉള്ള ഫുഡ്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, ഇച്ചിരി താമസിച്ച് ഉറങ്ങിയാൽ കുഴപ്പമില്ല. ഇന്ന് പിന്നെ ഞാൻ കൊറിയർ വിടുന്നില്ല, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട്, ഇന്ന് ക്ലീനിങ് ഡേ ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കൊറിയർ പ്ലാൻ ചെയ്തിട്ടില്ല. ഫുൾ ക്ലീൻ ചെയ്യണം നമുക്ക്, അതിന് വേണ്ടിയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ എണീറ്റു. അപ്പം ഞാൻ രാവിലെ എന്നും വരുമ്പോൾ ഇവിടെ നമുക്കൊരു പിന്നെ കുറച്ച് ഇങ്ങനത്തെ മെഴുകുതിരികൾ ഞാൻ വെച്ചിട്ടുണ്ടോ. പിന്നെ ലാവണ്ടർ എസെൻഷ്യൽ ഓയിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതും കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കത്തിക്കുവാണെങ്കിൽ അടിയിൽ ഇങ്ങനെ ഒരു മെഴുകുതിരി വെച്ചാൽ മതി. മുള്ളത് വെള്ളത്തിൽ ലാവണ്ടർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീട് മുഴുവൻ അതിൻ്റെ ഒരു സ്മെല്ല് കുറേ നേരത്തേന് നിൽക്കും. നല്ലതാണത്. അപ്പം ഞാനത് എല്ലാ ദിവസവും തന്നെ ചെയ്യാറുണ്ട്. കുറച്ച് നേരത്തേന് അങ്ങനെ കത്തിച്ച് വെക്കും. നമുക്കങ്ങനെ ഈ ഒരു ദീപം അല്ലെങ്കിൽ ലൈറ്റ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു പോസിറ്റിവിറ്റി അല്ലേ അത്. പ്ലസ് ഈ ലാവണ്ടറിൻ്റെ എസെൻഷ്യൽ ഓയിൽ ആയതുകൊണ്ട് നല്ല സ്മെല്ലും ഉണ്ടാവും നമുക്ക് ചുറ്റും വീടിനകത്ത്. അപ്പോൾ ഒരു പോസിറ്റിവിറ്റിയാണത് അങ്ങനെ. അപ്പോൾ അത് ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ മിലോ കൊച്ചിനെ വിളിക്കാൻ പോകണം. മുള്ളുണ്ട്, അവിടെ നോക്കിയിരിക്കുമായിരിക്കും. നമ്മൾ രാവിലെ തന്നെ 5:30 അല്ലെങ്കിൽ 5 മണിക്ക് ഞാൻ എണീക്കുമ്പോൾ തന്നെ ഞാൻ പോയിട്ട് ഡോറ് തുറന്നിട്ട് അതിനുള്ളിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ അതിന് ഭയങ്കര വിഷമം. അപ്പോൾ ഇത്രയും നേരം ആയതുകൊണ്ട് അത് ഭയങ്കര മൂഡ് ഓഫ് കാണിക്കും. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ഇട്ട് മാതിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു സ്ട്രെസ്സ് കാണിക്കാൻ വേണ്ടി നമ്മൾ എവിടെ പോയി എന്നുള്ള അങ്ങനെയൊക്കെ. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് അതിനെയും കൂടി വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്കിവിടെ നമ്മുടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് മില്ലറ്റ് അരച്ച് വെച്ചിട്ടുണ്ട്, അത് റെഡി ആയിട്ടുണ്ടാകും. അത് മില്ലറ്റ് ദോശ ഉണ്ടാക്കി കഴിക്കണം. സാമ്പാറുണ്ട്, സാമ്പാർ മില്ലറ്റ് ദോശയാണ് ഇന്ന് പ്ലാന്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് മില്ലറ്റ്. ഒത്തിരി നല്ലതാണ്. ആഴ്ച 2 ദിവസം വെച്ച് നമുക്ക് 2 അല്ലെങ്കിൽ 3 ദിവസം നമുക്ക് കഴിക്കുന്നത് ഒരു നേരം, അത് മതി അങ്ങനെ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ സുപ്രഭാതം തുടങ്ങാം, കുറച്ച് ലേറ്റ് ആയെങ്കിലും. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെ കത്തിച്ചെന്നേ ഉള്ളൂ. ഇതിവിടെ ഇരുട്ടായിരിക്കണം, അന്നേരമാണ് ഇതിൻ്റെ ഭംഗി. രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോൾ ഞാൻ എപ്പോഴും 4:30 അല്ലെങ്കിൽ 5 മണിക്ക് എണീക്കും. ആ ഒരു സമയത്ത് എണീക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഹാളിൽ ലൈറ്റങ്ങ് ഓഫാക്കും. അപ്പോൾ നല്ല ഇരുട്ടായിരിക്കും ഇവിടെ. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പ്രകാശം ഇങ്ങനെ കത്തി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ഇനി നേരത്തെ എണീക്കുന്ന ദിവസം കാണിച്ചു തരാം. ഇന്ന് ഞാൻ ഉറങ്ങിപ്പോയല്ലോ, അതുകൊണ്ടാണ്. അപ്പം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി അങ്ങനെ നല്ല രസമാണ്. ഇത് കണ്ട താഴെ നമ്മളൊരു കുഞ്ഞി മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷേ ഈ ഒരു വാട്ടർ ഇപ്പം അതിനകത്തുള്ള എസെൻഷ്യൽ ഓയിൽ കൂടി സ്റ്റീം പോലെ വേപ്പർ ആവാൻ തുടങ്ങും. എന്നിട്ട് നന്നായിട്ട് സ്മെല്ല് പരക്കാൻ തുടങ്ങും ഹാള് മുഴുവനും.
രാവിലെ ഈ ബാൽക്കണിയുടെ ഈ ഒരു ഏരിയയിൽ വന്ന് നിൽക്കുന്നത് നല്ല രസമാണ് കേട്ടോ. പുറമേയുള്ള കാഴ്ചകളും തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കാൻ നല്ല രസം. ഈവൻ മഴക്കാലത്താണെങ്കിലും നല്ല രസമാണ്, അല്ലാതെയുള്ള ദിവസങ്ങളിലും നല്ല രസമാണ് ഇവിടെ വന്ന് നോക്കി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ മിക്ക ദിവസവും രാവിലെ ഇതുപോലെ മിലോയിനെയൊക്കെ അവിടുന്ന് റൂം തുറന്നിട്ട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ച് നേരം നിൽക്കാറുണ്ട്. നിന്ന് കാഴ്ചയൊക്കെ കണ്ട് ചിലപ്പോൾ ഞാൻ ചായയൊക്കെ വെച്ചിട്ടാണെങ്കിൽ ചായ ഗ്ലാസ് ഉണ്ടാവും എൻ്റെ അടുത്ത്. ഞാനിവിടെ വന്നിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഊഞ്ഞാലിൻ്റെ ഇപ്പറേ. അപ്പോൾ അവിടെ വന്നിരുന്ന് ഞാൻ ചില ദിവസങ്ങളിൽ ചായ കുടിക്കാറുണ്ട്. ഭയങ്കര ഒരു ഫീലിങ്സ് ആണ് കേട്ടോ അത്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. ഇന്നലെ മുഴുവൻ ഞാൻ കിച്ചൺ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ അതെൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ. ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ ഞാൻ എല്ലാ റൂമുകളും റീഅറേഞ്ച് ചെയ്യും. കിച്ചണും അതുപോലെ തന്നെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി, കുറച്ച് പുതിയ പാത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെടികളോ ഒക്കെ മേടിച്ചതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്കത്. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് അപ്പുറം ഇരുന്ന സാധനങ്ങളൊക്കെയാണ്, ഈ ബ്രെഡ് ടോസ്റ്ററും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ സൈഡിലേക്കാക്കി കുറച്ച് ചെടികളൊക്കെ പുതിയത് മേടിച്ചൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. അങ്ങനെ കുറച്ച് ഒന്നുകൂടി അങ്ങനെ ഫ്രഷ് ആയിട്ടൊരു ഫീല്, കുറച്ചും കൂടി വൃത്തി കൂടി അങ്ങനെ നമുക്ക് തോന്നും. ഈ കൂജയും വെള്ളത്തിൻ്റെ ഈ സെറ്റപ്പും എല്ലാം ഇങ്ങോട്ടേക്കാക്കി അങ്ങനെ ഇന്നലെ മുഴുവൻ ഇതായിരുന്നു പണി കേട്ടോ. ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ ഇന്ന് നമുക്ക് മില്ലറ്റ് ദോശ ഉണ്ടാക്കാനുള്ള അതെല്ലാം അരച്ച് വെച്ചു. ഒത്തിരി നല്ലതാണ് മില്ലറ്റ് ധാന്യങ്ങൾ കേട്ടോ. അതിൻ്റെ കൂടെ ബാക്കിയുള്ള സംഗതികൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അങ്ങനെ പിന്നെ ഞാൻ എപ്പോഴും രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അടുക്കള ഏറ്റവും നീറ്റാക്കി വെക്കാൻ ഞാൻ ശ്രദ്ധിക്കും. പിന്നെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടവലൊക്കെ വെള്ളത്തിലെടുത്തിട്ട് കുറച്ച് സോപ്പ് വെള്ളത്തിലിട്ടിട്ട് അതൊക്കെ പിറ്റേ ദിവസം കഴുകി പുറത്തഴയെ കൊണ്ടിട്ട് ഉണങ്ങിയെടുക്കും. ആ ഒരു രീതിയിലൊക്കെ എല്ലാം ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കും. അങ്ങനെ വരുമ്പോൾ പിറ്റേ ദിവസം നമ്മൾ രാവിലെ കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. നല്ല വൃത്തിയായിട്ടിരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ ഒരുമാതിരി മുടിഞ്ഞ് അങ്ങനെ പറയില്ലേ, അമ്മമാർ പറയില്ലേ, മുടിഞ്ഞ് തേച്ച് കഴുകി അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നെഗറ്റീവ് വൈബ് ആയിരിക്കും. പ്ലസ് നമുക്ക് ഒരു എന്താ പറയുക, ഒരു ലൈഫിലൊരു പോസിറ്റീവായിട്ട് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മൈൻഡും അതുപോലെ സിറ്റുവേഷൻസ് മാറും. അതുകൊണ്ട് എപ്പോഴും എല്ലാം നീറ്റാക്കി വൃത്തിയാക്കി വെക്കാൻ നമ്മൾ കുറച്ച് കഷ്ടപ്പാടാണെങ്കിൽ പോലും അങ്ങനെ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. രാവിലെ കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തന്നെ തോന്നും. നെയ്യിൻ്റെ ഗുണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. അത്രയും നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന, നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന, വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നെയ്യ് എന്ന് പറയുന്നത്. ശുദ്ധമായ നെയ്യാണ്, നമുക്ക് സെയിലുണ്ട്. മേടിച്ചോളൂ. 1 കിലോയുടെ 1 കിലോയുടെ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ നെയ്യ് തേച്ചിട്ടാണ് ഞാൻ അധികം കോക്കനട്ട് ഓയിലും നെയ്യും തന്നെ യൂസ് ചെയ്യുന്നത്. വേറെ ഒരു ഓയിലും ഞാൻ കുക്കിങ്ങിന് അധികം ഉപയോഗിക്കാറില്ല. പിന്നെ സൺഫ്ലവർ ഓയിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും മയണൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ നേരത്തെ മാത്രമേ അത് യൂസ് ചെയ്യുള്ളൂ. അപ്പം നെയ്യ് തേച്ചിട്ടാണ് നമ്മൾ മില്ലറ്റ് ദോശ ഉണ്ടാക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ മില്ലറ്റ് ദോശ നമ്മൾ റെഡിയാക്കാൻ ഇടുവാണെങ്കിൽ നെയ്യ് തേച്ചിട്ട് വെറുതെ ആണെങ്കിൽ നമുക്ക് ചായയുടെ കൂടെ അങ്ങനെ കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മൾ ധാന്യങ്ങൾ ചേർന്ന മില്ലറ്റ് കൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് നമ്മൾ നെയ്യും കൂടി പരട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ എന്തെങ്കിലും ഹണിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൂട്ടി കഴിക്കാം. ഇല്ലെങ്കിലും നെയ്യ് എന്തായാലും ഉപയോഗിക്കണം. എന്തായാലും നിങ്ങൾ ഓർഡർ തരൂ, മേടിക്കൂട്ടോ. അത്രയും ഗുണമുള്ളത് കൊണ്ടാണ്, അത്രയും ശുദ്ധമായ നെയ്യാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ. അപ്പോൾ നമുക്ക് നെയ്യൊക്കെ പരട്ടിയിട്ട് നല്ല മില്ലറ്റ് ദോശ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ഞാൻ ഡോഗ്സിന് ഫുഡ് കൊടുത്തിട്ട് വരട്ടെ. അവർ വിശന്നിരിക്കുമായിരിക്കും. 7:30 ആവാനായല്ലോ. അപ്പം അവർക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മില്ലറ്റ് ദോശ ഉണ്ടാക്കാം. അപ്പോൾ സമാധാനമായിട്ടിരുന്ന് കഴിക്കാം. അപ്പം ഞാൻ ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്ന ഫ്രിഡ്ജിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എടുത്തിട്ട് പിന്നെ ഡോഗ്സിൻ്റെ പാത്രത്തിലല്ല കേട്ടോ, നമ്മുടെ ഒരു കുക്കറിൽ ഞാൻ വേവിച്ച് വെക്കും. അതിൽ നിന്ന് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കും. അവിടെ ഡോഗ്സിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് അപ്പോൾ അതൊന്നോടെ എടുത്ത് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടോടെ അവർക്ക് കൊടുക്കാം. പിന്നെ റൈസ് ഓൾറെഡി ഞാനിവിടെ വേവിച്ച കുക്കറിൽ, അവർക്കുള്ളൊരു കുക്കറാണിത്, അതിൽ വേവിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പം ഇതിനകത്ത് നിന്നൊക്കെ എടുത്തിട്ട് പോകും. എന്നിട്ട് അവിടെ പോയിട്ട് അതിന് കൊടുക്കും. അങ്ങനെയാണ്, ചൂടോടെ തന്നെ കൊടുക്കും. എങ്ങനെയാണ്. അപ്പം അതിനുശേഷം പിന്നെ നമ്മൾ നേരെ നടന്ന് അവിടെ തന്നെ നെല്ലൊക്കെ വെച്ചിട്ടുണ്ട്. കോഴിക്കൊക്കെ നെല്ലൊക്കെ എടുത്തു കൊടുക്കും. പിന്നെ പുറത്ത് നമുക്ക് ക്യാറ്റ്സ് ഉണ്ട്. അപ്പം ആ ക്യാറ്റ്സിനുള്ളത് ഫുഡ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് എടുത്തു കൊടുക്കും. അങ്ങനെ മിലോയ്ക്ക് പിന്നെ മിലോ പുറത്ത് പോകത്തില്ല. അത് ഭയങ്കര വിഷമാണ് നമ്മളെ കണ്ടില്ലെങ്കിൽ. അതുകൊണ്ട് അതിനെ മാത്രം ഇവിടെ വളർത്തുന്നത്. ഇവിടെയല്ല, വീടിൻ്റെ ബാക്ക് സൈഡിൽ. അപ്പോൾ അതിനുള്ള ഫുഡ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് എടുത്തു കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട്. അവരുടെയൊക്കെ ഫുഡ് അവിടെ തന്നെയാണ്. അതൊക്കെ അവിടുന്ന് ആ ഒരു റൗണ്ട് ചുറ്റി ഞാൻ എല്ലാം ചെയ്തിട്ട് വരും. അപ്പം പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാമല്ലോ. അങ്ങനെയാണ് ഞാൻ എൻ്റെ രാവിലത്തെ റൂട്ടീൻ തുടങ്ങുന്നത്. നേരത്തെ എനിക്കാണെങ്കിൽ ഞാൻ ആദ്യം കഴിക്കാം. ഇല്ല എങ്കിൽ ഇങ്ങനെ ഇച്ചിരി താമസിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ജീവികളുടെ ഫുഡെല്ലാം കൊടുക്കും. എന്നിട്ട് നമ്മൾ വന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കും. നമ്മുടെ ദോശക്കല്ലിലേക്ക്, ഇരുമ്പിൻ്റെ ദോശക്കല്ലിലാണ് ഞാൻ എല്ലാം തന്നെ അങ്ങനെ ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാനോ ചുട്ടെടുക്കാനോ ഒക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഉപ്പ് പിറ്റേ ദിവസം ചേർക്കുന്ന ഉപ്പ് ചേർത്ത് ദോശയായിട്ടും അപ്പമായിട്ടും ഒക്കെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇതിൽ തേങ്ങയും ജീരകവും അങ്ങനെ വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുന്നത്. അതുകൊണ്ട് അപ്പമായിട്ടും ചുട്ടെടുക്കാം, ദോശയായിട്ടും ചുട്ടെടുക്കാം. എനിക്ക് ദോശയാണ് കൂടുതൽ ഇഷ്ടം. എന്നിട്ട് നമ്മൾ നെയ്യ് ചേർക്കും.
അങ്ങനെ അത്യാവശ്യം നെയ്യ് ഒരു 1/2 ടീസ്പൂൺ നെയ്യൊക്കെ നമ്മൾ മുതിർന്നവർക്ക് ഒരു ദിവസം മതി. അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് അത്രയും കൂടി വേണ്ട. അങ്ങനെ ഇച്ചിരി നന്നായിട്ട് മൊരിച്ചെടുക്കണം, അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. പലതരം ധാന്യങ്ങളല്ല, അപ്പോൾ ഇച്ചിരി നന്നായിട്ട് വെന്തോട്ടെ, അങ്ങനെ കരിഞ്ഞു പോകാതെ ഒരു ശ്രദ്ധിച്ച് നമ്മൾ അങ്ങനെ മറിച്ചിടുക. അതുപോലെ 1-2 ദോശ എടുക്കുക. അശ്വൻ കൊച്ച് കുറച്ച് നേരം കഴിഞ്ഞ് എണീക്കുന്നതുകൊണ്ട് സാമ്പാർ ചിലപ്പോൾ കഴിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ബീഫ് കറി ഉള്ളത് അതും കൂടി ചൂടാക്കി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ അവന് ഉണ്ടാക്കത്തില്ല, ചൂടോടെ തന്നെ ഉണ്ടാക്കി കൊടുക്കത്തുള്ളൂ എണീറ്റ് കഴിയുമ്പോൾ. ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി മാത്രം 2 ദോശ ഉണ്ടാക്കും, നമ്മൾ സാമ്പാർ കൂട്ടി കഴിക്കും. മില്ലറ്റ് ദോശ ആയതുകൊണ്ട് തന്നെ ഒന്ന് കുറച്ച് കൂടുതലും മൊരിയുന്നത് നല്ലത്, കരിഞ്ഞു പോണ്ട, എന്നാലും കുറച്ചൊന്ന് കൂടുതലും മൊരിയുന്നത് നല്ലതാണ് കേട്ടോ. കുറേ പേര് പറഞ്ഞു അവർക്ക് മറിച്ചിടുമ്പോൾ വിട്ടുപോകുന്നു, പൊട്ടിപ്പോകുന്നു. എനിക്ക് തോന്നുന്നു അവർ യൂസ് ചെയ്യുന്ന ഈ ഫ്രൈങ് പാൻ്റെ ആകും. ഒത്തിരി നാൾ നമ്മൾ യൂസ് ചെയ്ത് ഫ്രൈങ് പാൻ ആയിരിക്കണം, എണ്ണ കുടിച്ച് ഇങ്ങനെ എന്താ പറയുക മയങ്ങിയ എന്ന് പറയും, അങ്ങനെ മയങ്ങിയ ഫ്രൈങ് പാനൊക്കെ ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒട്ടിപ്പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെയാണ് ഇത്, അങ്ങനെ ഒട്ടിപ്പിടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ, ധാന്യങ്ങളല്ലേ. അങ്ങനെ മേ ബി നിങ്ങളുടെ ഫ്രൈങ് പാൻ്റെ ആയിരിക്കും. പിന്നെ അതിൽ ഫ്രൈങ് പാനിലാണെങ്കിൽ നമ്മൾ തലേ ദിവസം നന്നായിട്ട് തേച്ച് കഴുകിയിട്ട് എന്തെങ്കിലും ഓയിൽ പരട്ടി വെക്കണം, അങ്ങനെ ആകുമ്പോൾ ഇത് നന്നായിട്ട് പിന്നെ സ്മൂത്ത് ആയിട്ടിരുന്നോളും. പിന്നെ നിങ്ങൾക്ക് അതുപോലെ വിട്ട് പോരുന്നില്ലെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് രാവിലെ എന്നിട്ട് ഇത് തൂത്ത് കളഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മാവ് കോരി ഒഴിക്കുകയാണെങ്കിൽ വിട്ട് പോരും നന്നായിട്ട് പൊരിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നെയ്യൊക്കെ പുരട്ടി വെച്ചേക്കുന്നതല്ലേ, എന്നിട്ട് നമുക്ക് നമ്മുടെ സാമ്പാറും കൂട്ടിയിട്ട് കഴിക്കാം. ഇപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്, അത് ഓഫാക്കിയേക്കാം. ഇച്ചിരി കടുപ്പുള്ള ചായ ഞാനിപ്പോഴും രാവിലെ എണീറ്റിട്ട് നമ്മളിങ്ങനെ ചായയൊക്കെ തിളച്ച് വരുന്ന സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ഈ പുട്ടിൻ്റെ ആവിയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നത്, അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ, ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു സീനാണ് കേട്ടോ അത്. പ്രത്യേകിച്ചും ചായ തിളയ്ക്കുന്നത്, ചായ ഞാൻ അഡിക്റ്റ് ആട്ടോ, അതുകൊണ്ട്. പക്ഷേ അഡിക്റ്റ് ആണെങ്കിൽ ഞാനിപ്പോൾ ഒത്തിരി കുറച്ച് രാവിലെ വൈകുന്നേരം ഓരോ ചായ മാത്രമാക്കിട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പുറത്ത് പോയാൽ ചില സമയത്തൊക്കെ ഒരു ചായ കുടിക്കണം എന്ന് തോന്നിയാൽ അങ്ങനെ കോഫി ഷോപ്പിൽ കയറിയിട്ട് ഞാൻ ചായ കുടിക്കും. അശുഭച്ചൊക്കെ എപ്പോഴും കോഫി തന്നെയാണ് പ്രിഫർ ചെയ്യുക. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്കിനി ഇതുണ്ടാക്കാം. രാവിലത്തെ ഈ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചായയൊക്കെ തിളച്ച് വരുന്നത്. എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറും കാർബോഹൈഡ്രേറ്റ് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ദിവസം എനിക്ക് തന്നെ ഒരു നിരാശ കേട്ടോ. വെറുതെ കുറേ അപ്പം അല്ലെങ്കിൽ ഇഡ്ഡലി അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെഡിൻ്റെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം എനിക്ക് തന്നെ ഒരു നിരാശ കേട്ടോ. നമ്മളൊട്ട് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം അല്ല കഴിക്കുന്നതെന്നൊരു തോന്നൽ നമുക്ക് തന്നെ ഉണ്ട്. അങ്ങനെയല്ല നമ്മൾ കഴിക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും വെജിറ്റബിളും അല്ലെങ്കിൽ സാലഡോ അല്ലെങ്കിൽ ആ കൂടെ തന്നെ നമ്മൾ മാക്സിമം ധാന്യങ്ങൾ അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് അങ്ങനത്തെയൊക്കെയാണ്. കുറച്ചാണെങ്കിലും അളവ് കുറച്ചാണെങ്കിലും നമ്മൾ അങ്ങനെ കഴിക്കണം. ഇങ്ങനെ ഇടുമ്പോൾ ഇത് പിന്നെ അരിക്കേണ്ട ആവശ്യം വരത്തില്ല, ചായപ്പൊടി എല്ലാം ഇതിനകത്ത് കിടന്നോളും. ഇത് പിന്നെ ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇത് കണ്ടോ, ഇതിനകത്ത് ചായപ്പൊടി ഉണ്ട്. അങ്ങനെ അപ്പോൾ കടുപ്പം കിട്ടുകയും ചെയ്യാം. അരിക്കാതെ നമുക്ക് നല്ല ചെറിയ തരിയൊക്കെ ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ. വേണമെങ്കിൽ അരിച്ചെടുക്കാം, ആ രീതിക്ക്. 2 ദോശ തന്നെ നല്ല ഹെവിയാണ് കേട്ടോ, മില്ലറ്റ് ആയതുകൊണ്ട്. അതിൻ്റെ കൂടുതലൊന്നും നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ മില്ലറ്റ് ദോശ കഴിച്ചാൽ മതി. ഒരു ദിവസം ഒരു നേരം മാത്രം കഴിച്ചാൽ മതി. ഇത് നല്ല പ്രോട്ടീനാണ്, അതുകൊണ്ട് ഓവർ പ്രോട്ടീൻ നമ്മൾ ഒത്തിരി അങ്ങ് വാരി വലിച്ച് എല്ലാ നേരവും കഴിക്കാൻ നിൽക്കരുത് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് സാമ്പാറും പിന്നെ 2 ഈന്തപ്പഴവും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം ഞാൻ എപ്പോഴും മേടിച്ച് വെക്കും. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്, മില്ലറ്റ് ദോശ റെഡി ആയിട്ടുണ്ട്, സാമ്പാർ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഞാൻ എൻ്റെ ഫോണൊക്കെ നോക്കി കുറച്ച് ഇൻസ്റ്റാ വീഡിയോസൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നമ്മുടെ ഈ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി ലേറ്റായി, എന്നാലും അങ്ങനെ സന്തോഷമായിട്ട് നമ്മൾ കഴിക്കാൻ പോവാണ്. ഒരു കുറച്ച് ഫ്രീ ടൈം കിട്ടിയാൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസൊക്കെ കാണുക എന്നുള്ളതാണ്. ഭയങ്കര ഇഷ്ടമാണ്. അവിടുന്ന് എനിക്ക് ഒത്തിരി ഇൻഫർമേഷൻ കിട്ടുന്ന കേട്ടോ. നമ്മളിങ്ങനെ പലതരം പുതിയ ചെടികൾ എല്ലാവരും ഇങ്ങനെ വീഡിയോസ് ഇടുമല്ലോ, ഡ്രസ്സുകൾ, അതുപോലെ ചെടികൾ, അങ്ങനെ പാത്രങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം ഞാൻ നോട്ട് ചെയ്യും. പ്ലസ് എനിക്കിങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഡാൻസ്, പാട്ട്, അങ്ങനത്തെ കോമഡി അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഒരു അമ്മയും മകനും ഉള്ള ഒരു കോമഡി ഉണ്ടല്ലോ, അവരുടെ ചാനലിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അത് ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ് കേട്ടോ. അങ്ങനെയൊക്കെ നല്ല രസമാണ് അവരുടെ കോമഡി കാണാൻ. ചിരിച്ചിരിച്ച് നമ്മൾ മടുത്തു പോകും, അതുപോലെയാണ്. അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ചിരിച്ച് ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഇവിടെ ഇൻസ്റ്റാ വീഡിയോസ് ഒത്തിരി കാണുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ജോ കാണാറില്ല, ഞാനും അശ്വിനും കേട്ടോ ഒത്തിരി അഡിക്റ്റാണ്. ഞങ്ങൾ കഴിച്ചു, വയറ് ഫുള്ളായി, ചായ കുടിച്ചു, ഹാപ്പിയായി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്, വയറ് ഫുള്ളായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലേറ്റായി കഴിക്കണം, പക്ഷെ നന്നായിട്ട് വയറ് നിറച്ച് കഴിക്കണം. ഡിന്നർ ഏറ്റവും കുറയ്ക്കണം, അങ്ങനെയാണ് ഏറ്റവും ഹെൽത്തായിട്ടുള്ള രീതി. നമ്മൾ പക്ഷേ എല്ലാം നേരം വരെ വിളിച്ച് കഴിക്കും അല്ലേ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ നമ്മുടെ കൊറിയർ അയച്ചതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി ഒക്കെ സെൻഡാക്കി കൊടുക്കാനുണ്ട്. അതെല്ലാം സെൻഡാക്കി കൊടുക്കണം. പിന്നെ എനിക്ക് വാഷിംഗ് ഉണ്ട്, ക്ലീനിങ് തുടങ്ങും കുറച്ച് നേരം കഴിയുമ്പോൾ. പറ്റിയ ഞാൻ ഷൂട്ട് ചെയ്യാം. വീട് എങ്ങനെയാണ് ഞാൻ എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതെന്ന്. ആദ്യം ഞാൻ എല്ലാം ഭയങ്കര ഈ മറാല എന്നല്ലേ പറയാം, മന്നാമല, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം
ഒട്ടുമായി ഒരു നീളമുള്ള വലിയൊരു ചൂടുണ്ട്, അതുകൊണ്ട് എല്ലാം കൊട്ടിയിടും. ആദ്യം ഇങ്ങനെ ഏറ്റവും വലിയ ഭിത്തിൻ്റെ മണ്ടയ്ക്കുള്ള എല്ലാം ഇങ്ങനെ അത് മോപ്പ് ഉപയോഗിച്ചിട്ട് അതിങ്ങനെ തട്ടിക്കളയും. പിന്നെ ഒരു നീളമുള്ള ചൂടുണ്ട്, അതുകൊണ്ട് ജനലും അത് അതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നുണ്ട്, നിലമൊന്നും അടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജനലെല്ലാം ക്ലീനാക്കി അതുകൊണ്ട് എല്ലാം തട്ടി അങ്ങനെ ഇടും, മൊത്തം എല്ലാ റൂമുകളും വരാതെയെല്ലാം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഞാൻ എല്ലാം അടിച്ചു വാരി കൊണ്ടുവന്ന് ഇടും. പിന്നെ ഞാൻ കൊച്ചിന് ഫ്ലോർ തുടയ്ക്കാനുള്ള ഡെറ്റോളും ക്ലോറക്സും ഒക്കെ ഒഴിച്ചിട്ട് ഇവിടെ റെഡിയാക്കി വെക്കും. ഈ സ്പിൻ ചെയ്യുന്ന മോപ്പുണ്ടല്ലോ അതുകൊണ്ട്. അപ്പോൾ അവൻ എണീറ്റ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പിന്നെ എനിക്ക് അവൻ അതൊന്ന് മൊത്തം ഫ്ലോറൊന്ന് തുടച്ച് തരും. ഇതൊക്കെ കൊച്ച് ഇവിടെ ഉള്ളപ്പോൾ മാത്രമേ നടക്കത്തുള്ളൂ കേട്ടോ. അവൻ പഠിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല, നമ്മൾ തന്നെ അതും കൂടി ചെയ്യേണ്ടി വരും. അങ്ങനെയാണ്. പിന്നെ അതാണ് ക്ലീനിങ്. പിന്നെ എല്ലാ ടേബിളുകളെല്ലാം തുടയ്ക്കും, ഡെറ്റോളൊക്കെ ഒഴിച്ചിട്ട് ഗ്ലൗസ് ഇട്ടിട്ട് എല്ലാ സ്ഥലവും തുടച്ച് വൃത്തിയാക്കും. ആദ്യം എല്ലാം ചെറിയ പിന്നെ ഈ സ്പോഞ്ച് പോലത്തെ സാധനം കൊണ്ട് തട്ടിക്കളയും, പൊടിയൊക്കെ തട്ടും, എന്നിട്ട് എല്ലാം തുടച്ച് വൃത്തിയാക്കും. ബെഡ്ഷീറ്റ് എല്ലാം മാറ്റും, അതെല്ലാം മാക്സിമം തന്നെ അലക്കിയിടും. അങ്ങനെയൊക്കെയാണ് ഇനി ഇന്നത്തെ എൻ്റെ പ്ലാനിങ്. പൂച്ചക്കുഞ്ഞുങ്ങളെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളിപ്പോൾ പൂച്ചക്കുഞ്ഞുങ്ങളെ നിലത്ത് വെക്കാത്ത അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ. മിലോയാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അശ്വിനെ. എവിടെ പോയാലും ഇതുപോലെ വന്ന് കയറി അടുത്ത് വന്ന് കിടക്കും. ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ അതിനെപ്പോഴും മനുഷ്യരുടെ ടച്ച് കിട്ടണം, എല്ലാ കാര്യങ്ങളും അറിയണം. ഓരോരുത്തരും ചെയ്യുന്ന ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് അതെല്ലാം പുള്ളിക്കാരൻ അറിയണം കേട്ടോ. എന്നിട്ട് വന്ന് നോക്കിയിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് കിടന്നുറങ്ങും. അല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ടി വിയും കാണും, മൊബൈലും കാണും, എല്ലാം അറിയാമെന്നുള്ള മട്ടില്ല. കുക്കിംഗ് ആണെങ്കിൽ കിച്ചണിൽ വന്ന് അയ്യോ എനിക്ക് കുക്കിംഗ് വീഡിയോ പഠിക്കണം എന്നുള്ള മട്ടില്ല നോക്കിയിരിക്കുന്നതൊക്കെ കണ്ടാൽ നല്ല രസമാണ് കേട്ടോ. ഇപ്പം രാവിലെ എണീക്കുന്ന മാത്രം ഓർമ്മയുണ്ട്, വൈകുന്നേരം ആകുന്നത് എന്ത് പെട്ടെന്ന് സമയം പോകുന്നതെന്നറിയോ. സമയം പറന്ന് പോകുന്ന അതേ എഫക്റ്റാണ്. എന്തായാലും ഞാൻ ഒത്തിരി ജോലികൾ ചെയ്തു. ഇന്ന് അത്യാവശ്യം എനർജി ഉള്ള ദിവസമായിരുന്നു, അതുകൊണ്ട് കുറേ ജോലികളൊക്കെ. സത്യത്തിൽ എനിക്ക് പണിയെടുക്കാൻ ഒട്ടും മടി ഇല്ല കേട്ടോ, ഒട്ടും മടിയില്ലാത്ത കൂട്ടത്തിലാണ്. പക്ഷേ എനിക്ക് ചില ദിവസങ്ങൾ ഒട്ടും എനർജി ഉണ്ടാവില്ല. നമുക്ക് തലവേദനയോ കാലുവേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് മൂഡ് ഓഫ് ആവും. ഇല്ലെങ്കിൽ ഉള്ള എനർജിയിൽ ഞാൻ നന്നായിട്ട് ജോലി. അങ്ങനെ നമ്മുടെ ജോലികളെല്ലാം തീർത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചക്കപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു കൊച്ചിന്. മിലോയ്ക്ക് എന്ത് കൊടുത്താലും തിന്നില്ല കേട്ടോ. അതിൻ്റെ ഫുഡ് അല്ലാതെ അത് ചിക്കൻ വേവിച്ച തിന്നില്ല, മീൻ തിന്നില്ല, ഒന്നും തിന്നില്ല. അതിൻ്റെ ആ ഒരു ക്യാറ്റ് ഫുഡ് മാത്രം മതി. അങ്ങനെ ഞാൻ പെട്ടെന്ന് നല്ല ജോലികളും തീർത്ത് നല്ല ടയേർഡായിട്ടോ. ഇന്ന് ഈ ക്ലീനിങ് ഡേ നന്നായിട്ട് ടയേർഡാവും. ക്ലീനിങ് മാത്രമല്ല കേട്ടോ, ഞാൻ തുണി വാഷ് ചെയ്യും, ബാക്കി എല്ലാം മടക്കി വെക്കും. ഒത്തിരി ജോലികൾ ഞാൻ ചെയ്യും കേട്ടോ, അകത്തും പുറത്തും ഞാൻ ചെയ്യും. എനർജി ഉള്ള ദിവസം കൂടുതൽ ചെയ്യും. ഇല്ലാത്ത ദിവസം നമുക്ക് മിക്ക ദിവസം ചിലപ്പോൾ എനിക്ക് മൈഗ്രെയിൻ ആയിരിക്കും, തലവേദന, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, കാലുവേദന. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ കുറച്ച് ജോലി കുറയ്ക്കും. അങ്ങനെയാണ്. എന്നാലും കിട്ടുന്ന സമയം ഞാൻ വേഗം എല്ലാ ജോലികളും ചെയ്ത് വെക്കും. ആ കൂടെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വൈകുന്നേരമായി, സന്ധ്യയായി, ഡിന്നറും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാനും എൻ്റെ മിലോക്കുട്ടനും കൂടി ഇവിടെ വന്ന് പിന്നെ ഇങ്ങനെ ഇരിക്കാം. ജോ ഭയങ്കര മിസ്സിങ് ആട്ടോ. എപ്പോഴും പൂച്ചേൻ്റെ വീഡിയോ ഇടാത്ത തന്നെ, പൂച്ചേൻ്റെ സീനിനെ കാണിക്കാത്ത അങ്ങനെ പറയും കേട്ടോ. അപ്പം നെക്സ്റ്റ് വീക്ക് മിക്കവാറും ജോ വരുമായിരിക്കും. അന്നേരത്തേനും പിന്നെ ഓരോ ദിവസവും പൂച്ചക്കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ടിരിക്കണം നിന്നു. ഇനി നമുക്ക് താഴെ പോകണം, ഭക്ഷണം കഴിക്കണം. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഒരു നല്ല ദിവസം കൂടി തീരുവാണ്. സമാധാനത്തോടെ നമ്മൾ കിടന്നുറങ്ങുവാണ്. നമ്മളെ ദൈവം രക്ഷിക്കട്ടെ, പ്രകൃതി നമുക്ക് അപകടമൊന്നും വരുത്തില്ല, ആരെയും പ്രകൃതി ചതിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ വീണ്ടും ഓരോ ദിവസങ്ങൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരെയും ഒന്നും മറന്നിട്ടില്ല. ഒത്തിരി പേര് ദുഃഖത്തിൽ മുങ്ങിക്കിടക്കുവാണ്. പക്ഷെ നമ്മൾ ഒത്തിരി അതിലേക്ക് ഇങ്ങനെ ഡീപ്പായിട്ട് അത് തന്നെ ആലോചിച്ചിട്ടിരുന്നാൽ നമ്മൾ ഭയങ്കര ഡിപ്രഷനിൽ പോകും. അതുകൊണ്ടാണ് ഞാൻ വേറെ രീതിയിൽ ആ കാര്യത്തെക്കുറിച്ച് പറയാതെ തന്നെ ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. നമ്മൾ തന്നെ നമ്മുടെ ആ വേദനയും ഡിപ്രഷനും മാറ്റിയെടുക്കാൻ വേണ്ടി നോക്കുക. ന്യൂസ് മുഴുവൻ അത് തന്നെയാണല്ലോ. അപ്പോൾ നമ്മളും അങ്ങനെ ആ ഡിപ്രഷനിലേക്ക് പോകും. അങ്ങനെ ഡീപ്പായിട്ട് പോയാൽ ശരിയാവത്തില്ല. നമുക്ക് ഇതിനൊന്നും ചെയ്യാനുള്ള എനർജി പോകും, നമ്മുടെ ഹെൽത്തും പോകും. ആ രീതിയിലാണ്. ശരിയാണ്, ഭയങ്കരമായ ദുഃഖമാണ്. അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളും ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ശരി കൂട്ടുകാരെ, ഇനി അടുത്ത ദിവസം വിശേഷങ്ങളും ബാക്കി ഇന്നലെ മിനിങ്ങാന്നൊക്കെ ഷോപ്പിങ്ങിന് പോയപ്പോഴൊക്കെ ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങളോട് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളൊന്നും മറക്കണ്ട, വാട്സപ്പിലേക്ക് വരൂ കേട്ടോ. വിശേഷങ്ങളൊക്കെ പറയൂ, നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ. എനിക്കൊരു മെസ്സേജ് വിടൂ. ഫ്രണ്ട്സിനും ബാക്കിയുള്ള റിലേറ്റീവ്സിനും ഈ ഒരു നമ്പർ സെൻഡാക്കി കൊടുക്കൂ. അവരും എനിക്കൊരു ഹായ് വിടട്ടെ, നമ്മുടെ പ്രോഡക്റ്റുകളെക്കുറിച്ചൊക്കെ അറിയട്ടെ. അപ്പോൾ ശരി, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും കമൻറ്റും വേണം കേട്ടോ. ഞാൻ നോക്കിയിരിക്കും കേട്ടോ. ടാറ്റാ.